ഇപ്പൊ അടുത്ത ദിവസം ഇവരുടെ സ്പോർട്സ് കോമ്പറ്റീഷന് തുടങ്ങും. അങ്ങനെ ലൂയോയുടെ സ്കൂളാണ് എല്ലാ മത്സരത്തിലും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് ഇവരെല്ലാം ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുമ്പോഴാണ് അവസാനം ഇനി 3 കിലോമീറ്ററിന്റെ റണ്ണിംഗ് റേസ് മാത്രം കാണും. അങ്ങനെ അതിലെങ്കിലും ആ ലൂയോയുടെ സ്കൂളിന് പൊട്ടിക്കണം എന്ന് പറഞ്ഞ് ജുവാനും വാങ് കൂടെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ആദ്യം സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന വാങ് പെട്ടെന്ന് അവനും ഓടാൻ പറ്റാതെ ക്ഷീണിച്ചു വീഴും. അതേസമയം ആ ലൂയോ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മുടെ ജുവാൻ ഇത്ര സമയം പതുക്കെ ഓടിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് സ്പീഡിൽ വന്ന് വാങ്ങിനോട് പറയും, എടാ ഇനി ഞാൻ നോക്കിക്കോളാം. ഇതിന് അവന് കട്ടയ്ക്ക് ഓടാൻ തുടങ്ങും. കാരണം 3 കിലോമീറ്റർ റേസ് ആയതുകൊണ്ട് അവൻ ആദ്യം സ്ലോ ഓടിയിട്ട് പിന്നെ സ്പീഡ് ഓടാന്നാണ് അവന്റെ പ്ലാൻ. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി യൂജിങ്ങും ബാക്കിയുള്ളവരും കൂടെ നമ്മുടെ ജുവാനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ജുവാൻ ഓടുമ്പം അവളിങ്ങനെ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നെ അവന് പെട്ടെന്ന് മോട്ടിവേഷനായി ലൂയോ പൊട്ടിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ലൂയോ അടുത്തേക്ക് വന്നിട്ട്, കുഴപ്പമില്ലല്ലോ, അവസാനം വന്ന് നീ എനിക്ക് നല്ല ടഫ് എന്നല്ല, അടുത്ത പ്രാവശ്യം നോക്കാടാ, അടുത്ത പ്രാവശ്യം ഞാനായിരിക്കും ജയിക്കുന്നത് എന്നിന് അവനും പറഞ്ഞിട്ട് പോകും. അതിനുശേഷം അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെമ്പിള്ളേരെല്ലാരും കൂടെ അവന് വെള്ളം കൊടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് അവിടെ ജുവാന് വാട്ടർ ബോട്ടിലായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ ഇവരുടെ നിന്ന് വാങ്ങിക്കാതെ അവളുടെ നിന്ന് വെള്ളം വാങ്ങിച്ചൊടിക്കും. ഇത് കണ്ട് അവള് സന്തോഷപ്പെടും. അതിനുശേഷം അവനും ഓട്ടോ മത്സരത്തിൽ അവനെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് പറയുമ്പോഴാണ് അവളും പറയുന്നത്, ജുവാൻ ഞാനൊരു തീരുമാനം എടുത്ത് ഞാൻ വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആകുന്നില്ല. നീ എനിക്ക് വേണ്ടി എന്തായാലും എന്റെ അച്ഛന്റെ സൈൻ ആ ഹോസ്റ്റൽ ഫോമിനകത്ത് ഇട്ടെന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പഠിക്കാൻ പോവാ എന്നിന് അവൾ പറഞ്ഞ ഉടനെ അവനെ സന്തോഷപ്പെടും. അതിനുശേഷം കോമ്പറ്റീഷൻ കഴിഞ്ഞ് ലൂയി അവളെ വിളിച്ചോണ്ട് സംസാരിക്കും. യൂജിൻ നീ തീരുമാനം എടുത്തോ, എന്റെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആവാണോ അല്ലെ ഇവിടെ തന്നെ പഠിക്കാൻ പോകണോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ലൂയോ ഞാൻ നല്ലോണം ആലോചിച്ച് നോക്കി, ഞാൻ ഇവിടെ തന്നെ പഠിക്കാൻ പോവാ, കാരണം എനിക്ക് ഇവിടെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, ഇത് തന്നെ ഞാനും പ്രതീക്ഷിച്ചത്. കാരണം നീ പണ്ട് പഠിച്ച സ്കൂളിൽ നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു, അവരൊക്കെ നിന്നെ കുറെ റാഗ് ചെയ്യും. പക്ഷെ ഇവിടെ നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി, ഇനി അവർ നിന്നെ നോക്കിക്കോളും എന്നിന് അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജുവാനും വാങ്ങും കൂടെ വരുന്നത്. ഇത് കണ്ടിട്ട് അവനും, എടാ നിങ്ങൾ ആരെങ്കിലും യൂജിങ്ങിനെ റാഗ് ചെയ്യുന്നതല്ല അറിഞ്ഞാല പിന്നെ ഞാൻ വെറുതെ അയക്കത്തില്ല എന്നിന് അവൻ പറയുമ്പോഴാണ് ജുവാനും, പേടിക്കണ്ട, ഞങ്ങളുള്ളവരെ യൂജിങ്ങിനെ ആരും ശല്യപ്പെടുത്തില്ല എന്നിന് അവൻ പറഞ്ഞിട്ട് അവന് സന്തോഷത്തിൽ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി യൂജിനും ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ആകാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ട് ചേട്ടനും, യൂജിൻ നീ ഇപ്പൊ എവിടേക്ക് പോവാ, നിനക്ക് ഹോസ്റ്റലിൽ മാറണമെങ്കിൽ അച്ഛന്റെ സൈൻ വേണ്ടേ, അതെങ്ങനെ നീ ഇട്ട എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഓ അതിനെ കുറിച്ച് നിങ്ങളെന്ന് വിഷമിക്കുന്നത്, ഞാൻ ആദ്യം ചേട്ടനോട് ചോദിച്ചപ്പം ചേട്ടൻ ഇടത്തില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വേറെ ഒരാളെ ഒപ്പിച്ചു, എന്തായാലും ഇനി ഞാൻ കാരണം ചേട്ടനെ ശല്യം ഉണ്ടാകത്തില്ല, ഞാൻ ഹോസ്റ്റലിലേക്ക് തന്നെ മൊത്തത്തിൽ താമസിക്കാൻ പോവാ എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, യൂജിൻ അപ്പൊ നീ ഇനി വീട്ടിലോട്ടൊന്നും വരത്തില്ല എന്നിന് അവനും ചോദിക്കുമ്പോൾ അവളും ചേട്ടൻ തന്ന ആ കാർഡ് കൊടുത്തിട്ട്, ഇല്ല ഇനി ഞാൻ ഇങ്ങോട്ടേക്കില്ല, അതുകൊണ്ട് ചേട്ടൻ എനിക്ക് എന്നാ ഈ കാർഡ് വെച്ചോ എന്നിന് അവൾ കൊടുക്കുമ്പോഴാണ് ചേട്ടനും, യൂജിൻ ഒരു പക്ഷേ നീ തിരിച്ചു വരുവാണെങ്കിലും നീ എന്നെ ശല്യപ്പെടുത്തണ്ട, അതുകൊണ്ട് ഈ കാർഡ് നീ തന്നെ വെച്ചോ, നീ എപ്പോഴാണെങ്കിലും ഡോർ ഓപ്പൺ ചെയ്ത് കയറിക്കോ എന്നിന് അവൻ അവളുടെ കൊടുത്തേക്കും. കാരണം ഇപ്പൊ മിങ് യൂജിങ്ങിനെ ഒരു അനിയത്തായിട്ട് കണ്ടു തുടങ്ങി. അതിനുശേഷം അടുത്ത ദിവസം അവൾ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ഇവർക്ക് ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക് അവധിയാന്ന് അറിഞ്ഞ ഉടനെ വാങ്ങും എവിടെയൊക്കെ പുറത്തേക്ക് പോകാന്ന് വിളിക്കും. അപ്പോഴാണ് ജുവാനും അവന് കടയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വരത്തില്ല. അതിനുശേഷം അവനും യൂജിങ്ങിനെ വിളിക്കുമ്പോഴാണ് അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോകാന്ന് പറയും. ഇത് കേട്ട് അവന് ടെൻഷനായിട്ട്, എടാ മൊട്ടത്തലയാ നീയെങ്കിലും വരുന്നോടാ എന്നിനെ അടുത്തിരിക്കുന്ന ലിന്നിനെ വിളിക്കും. പക്ഷെ അവനും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് ജുവാൻ അവളോട്, യൂജിൻ ഞാൻ അടുത്ത ആഴ്ച ഫുള്ളും എന്റെ കടയിൽ തന്നെ കാണും, ഒരു പക്ഷേ നിനക്കൊല്ലം ബോറടിക്കുകയാണെങ്കിൽ നിനക്ക് അവിടേക്ക് വരാം എന്നിന് അവനും പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം യൂജിങ് അവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോഴാണ് ഇവിടെ താമസിക്കുന്നത് ഗുവിന്റെ റൂമിലേക്കാണ്. അവിടാണ് ഗു മറ്റേ പെങ്കൊച്ച റാഗ് ചെയ്ത ആ റൂയി ഉള്ളത്. അപ്പോഴാണ് ഗു ഈ വെക്കേഷന് വിദേശത്തൊക്കെ പോവാന്ന് ഷോ കാണിച്ചിട്ട് ആ പാവപ്പെട്ട പെണ്ണിനോടും ചോദിക്കും, റൂയി ഈ വെക്കേഷന് നീ എവിടെ പോവാ, എന്നിട്ട് വീട്ടിലേക്കൊക്കെ പോവാണോ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവളും, അല്ല ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോവാ എന്നിന് അവൾ അറിയുമ്പോഴാണ് ഇത് കേട്ട് അവരെണ്ടും കളിയാക്കി, അയ്യേ ഇത് കാരണം നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവാത്ത, വെക്കേഷൻ എവിടെയൊക്കെ പോടി എന്നിട്ട് അവരെണ്ടും കളിയാക്കുമ്പോഴാണ് ഇത് കേട്ട് യൂജിനും, അതെന്തുവാ വെക്കേഷൻ അവൾ ഇഷ്ടപ്പെട്ട രീതിയിൽ അവൾ ചെലവ് ചെയ്തോടെ, പിന്നെ അവൾക്ക് ഫ്രണ്ടില്ലെന്ന് ആര് പറഞ്ഞ്, ഞാൻ അവളുടെ ഫ്രണ്ടാ എന്നിന് യൂജിൻ പറയുമ്പോഴാണ് ഇത് കേട്ട് ഗൂവും ദേശെത്തി, എടി നിന്നെ ആരെങ്കിലും ഇപ്പൊ വിളിച്ചോ, ഞങ്ങൾ സംസാരിച്ച് ഇടക്കേറി വന്നോളൂല്ല എന്നിന് അവരുടെ വഴക്കൂടുമ്പോഴാണ് ഇത് കണ്ടിട്ട് റൂയും പേടിച്ച്, ആ മതി മതി ഞാൻ കാരണം പ്രശ്നം ഉണ്ടാക്കണ്ട എന്നിന് അവള് സമാനപ്പെടുത്തും. അതിനുശേഷം ഗൂ മറ്റേ കൊച്ചു അവിടെ നിന്ന് പോകുമ്പോഴാണ് ചേട്ടനും പെട്ടെന്ന് യൂജിങ്ങിനെ ഫോൺ വിളിക്കുന്നത്. യൂജിങ് നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ, നിന്റെ അച്ഛനമ്മയും കൂടെ ഇന്ന് നാട്ടിലേക്ക് വരും എന്നിന് അവനും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് യൂജിനും അന്ന് രാത്രി വീട്ടിലേക്ക് വരുമ്പം അതേസമയം ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ അച്ഛന് വെരിഫിക്കേഷന് വേണ്ടി ഫോൺ വിളിക്കും. അപ്പോഴാണ് അച്ഛനും യൂജിൻ ഹോസ്റ്റലിലേക്ക് മാറ്റിയ കാര്യം അറിയുന്നത്. അതിനുശേഷം അവള് രാത്രി താമസിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് അച്ഛനും, യൂജിൻ നീ ഇത്ര സമയം അവിടെ ആയിരുന്നു എന്നിന് അച്ഛൻ ചോദിക്കുമ്പോഴാണ് അവളും കള്ളം പറയും, അച്ഛാ എനിക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വരാൻ താമസിച്ചു എന്നിന് അവൾ അകത്തേക്ക് കയറി പോകുമ്പോഴാണ് ഇത് കണ്ട് അച്ഛനും ദേഷ്യത്തി, യൂജിൻ എനിക്ക് അറിയത്തില്ലെന്ന് വിചാരിച്ചോ നീ ഹോസ്റ്റലിലേക്ക് മാറിയ കാര്യം, നിന്നോട് ആരിപ്പോ പറഞ്ഞു ഹോസ്റ്റലിലേക്ക് മാറാൻ എന്നിന് അച്ഛൻ ചൂടാകുമ്പോഴാണ് അവളും, അച്ഛൻ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയ എന്നിന് അവൾ പറയുമ്പോഴാണ് അച്ഛനും, അതൊന്നും നിനക്ക് താമസിക്കാൻ പറ്റാത്ത, ഞാൻ നിന്റെ അച്ഛനെ ഞാൻ പറയുന്നത് കേട്ടാ മതി എന്നിന് അച്ഛനും വഴക്കുറയുമ്പോഴാണ് ഇത് കേട്ട അവളും, അച്ഛൻ എന്റെ അമ്മയുടെ കൂടെ ഒന്നല്ല ജീവിക്കുന്നത്, വേറെ ഏതോ പെണ്ണുമായിട്ടില്ല എന്നിന് അവളും പറഞ്ഞ ഉടനെ അച്ഛനും പെട്ടെന്ന് അവളെ അടിക്കും. അപ്പോഴാണ് അതേസമയം ഇതൊക്കെ കണ്ട് ചേട്ടൻ അവിടേക്ക് വന്നിട്ട്, അച്ഛാ ഞാൻ അവൾക്ക് സൈൻ ഇട്ട് കൊടുത്ത് അതുകൊണ്ട് അവൾ ഹോസ്റ്റലിലേക്ക് മാറിയ എന്നിന് അവനും അവളെ സപ്പോർട്ട് ചെയ്യുമ്പം അച്ഛനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ നിൽക്കും. അതിനുശേഷം അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോഴാണ് ജുവാനും അവൾ എപ്പോഴിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഇരിക്കുന്നുണ്ട് ഇവൻ അകത്തേക്ക് ചെല്ലും. അതിനുശേഷം അവളുടെ ഫേസിനകത്തുള്ള പാടുണ്ടിട്ട് അവനും ചോദിക്കും, യുജിൻ നിന്റെ ഫേസിനകത്ത് എന്ത് പറ്റി, നിന്നെ ആരും അടിച്ച് എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ജുവാൻ ഞാനിപ്പോ കട്ട കലിപ്പിരിക്കുക, എനിക്ക് ആരെങ്കിലും
അടിക്കണം പ്ലീസ്, എൻ്റെ കൂടെ അടി ഉണ്ടാക്ക് എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും എന്തുവാ നിന്റെ കൂടെ അടി ഉണ്ടാക്കാനാ, ഓക്കെ എങ്കിൽ പിന്നെ നിന്റെ ദേഷ്യം കുറെ നേരം നീ എന്നെ അടിച്ചു, പക്ഷെ നീ കരയില്ല എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ദേഷ്യത്തി അവന്റെ ഫേസിനകത്ത് ഒറ്റരടി വെച്ചും കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളും പേടിച്ചുപോയി, ജുവാൻ ഞാൻ വലിച്ചടിച്ചോ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഇല്ല കുഴപ്പമില്ല എന്നിന് അവന് വേദനയോടെ ഇരിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ ശരി നമുക്ക് വേണേ ബാൻഡേജ് ഒട്ടിച്ചാലോ, അല്ലെങ്കിൽ നിന്റെ മുടി വെച്ച് താത്തോ, കാരണം ഇത് കണക്ക് നിന്നെ ആരെങ്കിലും കണ്ട സത്യത്തിൽ നിന്നെ റൗഡി പയ്യനാന്ന് പറയും എന്നിന് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും യുജിൻ എനിക്കൊന്നും കുഴപ്പമില്ല നിനക്കിപ്പോ സമാനായല്ല എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും പുറത്തൊക്കെ നോക്കിയിട്ട് ഈ സ്ഥലത്ത് ഒരു സ്റ്റാർസ് പോലും ഇല്ല, ഫുള്ളും ഡാർക്ക് ആയിട്ടിരിക്കുക എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ യുജിൻ ഞാൻ നിന്റെ തലയ്ക്ക് ഒരു അടിയച്ചങ്ങ് തരട്ടെ, അപ്പൊ നിനക്ക് കുറെ സ്റ്റാർസ് ആണ് എന്നിന് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വെക്കേഷൻ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന ചോദിക്കുമ്പോഴാണ് അവളും വരാന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ ശരി ഞാൻ എന്റെ കൂട്ടുകാരന്മാരോട് ചോദിച്ചിട്ട് ഏതോ സ്ഥലം എന്ന് പറയാം, കാരണം ഞങ്ങൾ ഇതുവരെ ഡിസൈഡ് ചെയ്തില്ല എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ റൂയും കൂടെ വിളിച്ചോണ്ടുവരാം എന്നിന് അവൾ അവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് അങ്ങ് പോകും. അങ്ങനെ അവൾ ഹോസ്റ്റലിൽ ചെന്നിട്ട് റൂയോട് പുറത്ത് കറങ്ങാൻ പോകുന്ന കാര്യം പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ സന്തോഷപ്പെടും, കാരണം അവളുടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവൾ പുറത്തെങ്ങും പോകാത്തത്. ഇപ്പൊ യൂജിൻ വിളിച്ചോടെ അവൾ സന്തോഷത്തിലാകും. അതിനുശേഷം ജുവാനും സോങ്ങിനൊക്കെ വിളിച്ച് പുറത്ത് എവിടെ പോകുന്ന ഡിസൈഡ് ചെയ്യുമ്പോഴാണ് ഈ കാര്യം അപ്പം തന്നെ യൂജിനെ വിളിച്ചറിയും. യൂജിൻ നമുക്ക് നാളെ ഒരു വില്ലേജിൽ പോവാം, നീ റൂയും വിളിച്ചോണ്ടോ, നാളെ എല്ലാവർക്കും നിന്റെ ഹോസ്റ്റലിന്റെ അവിടെ വെച്ച് പോവാം എന്നിന് അവനും പറഞ്ഞോടെ ഇത് കേട്ട് യൂജിനും വില്ലേജ് വെച്ച് ജുവാൻ പശുവിനെ ഓട്ടിക്കുന്ന പോലെയൊക്കെ അവൾ സ്വപ്നം കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് ചേട്ടൻ അവൾ ഫോൺ വിളിച്ചിട്ട് പുറത്തേക്ക് വരാൻ പറയും. അങ്ങനെ അവളും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ചേട്ടൻ അവൾ കഴിക്കാൻ വേണ്ടി ഫുഡ് കൊടുത്തിട്ട് യുജിൻ അച്ഛൻ നിന്നെ അടിച്ചപ്പോൾ എനിക്ക് തടയാൻ സാധിച്ചില്ല, സോറി, നീ കഴിച്ചില്ലെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഫുഡ് വാങ്ങിച്ചോണ്ടെന്ന് എന്നിന് അവനും കെയർ ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് അവൾ സന്തോഷത്തി താങ്ക് യു ചേട്ടാ എന്നിന് അവളും ചിരിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് ചേട്ടനും പ്ലീസ് നീ ഈ ടൂണി മാത്രം എന്നോട് സംസാരിക്കില്ല, എന്നെ എന്തോ കളിയാക്കുന്ന രീതി എനിക്ക് തോന്നുന്നു എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും അല്ല ഞാൻ സ്നേഹത്തോട് പറയുക, ഇത്രയും കെയർ ഉള്ള ചേട്ടൻ എനിക്ക് വേറെ എങ്ങും കിട്ടത്തില്ല എന്നിന് അവളും പറഞ്ഞ ഉടനെ ഇത് കേട്ടവനും ശരി നിനക്ക് അടുത്ത ആഴ്ച ഫുള്ള് വെക്കേഷൻ ആണെന്ന് അറിഞ്ഞല്ലേ, നീ എവിടെ പോകാനാ പ്ലാൻ ചെയ്ത എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് ഒരു വില്ലേജിൽ പോവാ, ഒരു രാത്രി അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും എന്തുവാ ഒരു രാത്രി അവിടെ പയ്യന്മാരായിട്ട് സ്റ്റേ ചെയ്യാനാ, നിന്നെ ആരാ അതിന് അനുവദിച്ചേ, ഇങ്ങനത്തെ ട്രിപ്പ് ഒന്നും സേഫ് അല്ല എന്നിനെ ചേട്ടൻ പറയുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ചേട്ടാ നിങ്ങൾ എന്റെ കൂടെ വരാമല്ലോ, അപ്പൊ ഞാൻ സേഫ് ആകത്തില്ല എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് കമ്പനി ജോലിയൊക്കെ ഉണ്ട് എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട അവളും ചേട്ടാ പ്ലീസ് ഞങ്ങൾ ഇതുവരെ കാറൊന്നും ബുക്ക് ചെയ്തില്ല, ചേട്ടൻ നിന്നെ കാർ എടുത്തോണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും വിളിച്ചോണ്ടോ എന്നിന് അവളും വിളിക്കുമ്പോഴാണ് ഇത് കേട്ട ചേട്ടനും അവസാനം വരാൻ സമ്മതിക്കും. അതോടെ അവള് സന്തോഷത്തിലാകും. അതിനുശേഷം അടുത്ത ദിവസം ചേട്ടനും ഇവരെല്ലാം പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ ബാക്ക് സീറ്റിൽ കയറിയിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ചേട്ടനും യുജിൻ ഞാനെന്തോ നിങ്ങളുടെ ഡ്രൈവറോ വന്ന് ഫ്രണ്ട് ഇരുന്ന് എന്നിന് അവൻ വിളിക്കുമ്പോഴാണ് പെട്ടെന്ന് ജുവാനി കയറി ഫ്രണ്ടിലേക്ക് ഇരിക്കും. ഇത് കണ്ട് ചേട്ടനൊന്നും പറയാൻ പറ്റാതെ വണ്ടി എടുത്തോണ്ട് വില്ലേജിലേക്ക് അങ്ങ് പോകും. അങ്ങനെ അവർ ആ പ്ലേസ് ഒക്കെ കണ്ട് എക്സൈറ്റ് ആയിരിക്കുമ്പോഴാണ് സോങ് ഒന്നും പറയുന്നത് യുജിൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ജുവാൻ ഈ പ്ലേസ് റെഡിയാക്കാൻ പറഞ്ഞ, നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജുവാനോട് വേണം താങ്ക്സ് പറയാൻ എന്നിന് അവനും പറഞ്ഞിട്ട് പോകും. അതേസമയം ചേട്ടൻ അവരോട് വന്നാലും ജോലിക്കാരായിട്ട് കുറെ ബിസി ആയിരിക്കും. ഇത് കണ്ട് യുജിനും ചേട്ടനൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇവരെല്ലാരും കൂടെ വാട്ടർ കണിച്ച് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അറിയാതെ ചേട്ടന്റെ അകത്ത് വെള്ളം വീഴും. അതോടെ യുജിനും ജുവാനും കൂടെ ടെൻഷൻ ആയിരിക്കുമ്പോൾ ചേട്ടനെ പെട്ടെന്ന് ഗണ്ണെടുത്ത് അവരുടെ അകത്ത് വെള്ളം ഒഴിച്ച് കളിക്കും. അങ്ങനെ ഇവരെല്ലാരും കൂടെ സന്തോഷത്തിൽ ആ ട്രിപ്പ് ആഘോഷിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ജുവാനും വിറകൊക്കെ കത്തിക്കാൻ പോകുമ്പോൾ ചേട്ടൻ വന്ന് അവന് ഹെൽപ്പ് ചെയ്യും. അപ്പോഴാണ് ചേട്ടനും നിന്റെ പേരിലെ ജുവാൻ എന്റെ അനിയത്തിയുടെ ഹോസ്റ്റൽ ഫോമിനകത്ത് നീയല്ലേ സൈൻ ഇട്ട് കൊടുത്ത്, അത് കാരണം ഇന്നലെ അവളുടെ അച്ഛന്റെ നടി കിട്ടി എന്നിന് അവൻ പറയുമ്പോഴാണ് ജുവാനും സോറി ഇന്നലെ ഞാൻ അവളെ മീറ്റ് ചെയ്തായിരുന്നു, പക്ഷെ അവൾ എന്നോട് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നു എന്നിന് അവൻ പറയുമ്പോഴാണ് ചേട്ടനും ജുവാൻ എന്തായാലും നീ ചെയ്ത ഒരു നല്ല കാര്യമാണ്, കാരണം അവൾക്ക് ആ വീട്ടിൽ താമസിക്കുന്ന ഇഷ്ടമല്ല, അവൾ ആദ്യം എന്നോട് വന്ന് സൈൻ ചോദിച്ചു, പക്ഷെ ഒരു ചേട്ടനായിട്ട് ഞാൻ അവളെ സഹായിച്ചില്ല, പക്ഷെ ഒരു ഫ്രണ്ട് എന്ന സ്ഥാനത്ത് നീ അവളെ സഹായിച്ചതിന് താങ്ക്സ് എന്നിന് ചേട്ടൻ അവനും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അന്ന് രാത്രി ഡിന്നറെ കഴിഞ്ഞതിന് ശേഷം ജുവാൻ യൂജിനെ വിളിച്ചോണ്ട് ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പോഴാണ് അവളും ജുവാൻ നീ എന്തിനാ ഇവിടേക്ക് വിളിച്ചോണ്ടെന്ന് എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും വെയിറ്റ് ഒരു 3 സെക്കൻഡിനുള്ളിൽ നീ അറിയും എന്നിന് അവന് കൗണ്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആ സ്ഥലം ഫുള്ളും ബ്രൈറ്റ് ആകും. അപ്പോഴാണ് അവനും യുജിൻ നീയല്ല പറഞ്ഞ് ഇവിടെ സ്റ്റാർസ് നീ കണ്ടിട്ടില്ലെന്ന്, ഇതൊക്കെ കാണുമ്പോൾ നിനക്കൊരു സ്റ്റാർസ് ആയിട്ട് ഫീൽ ചെയ്യും, എല്ലാ രാത്രി ഈ സമയത്ത് ഇവരിങ്ങനെ ലൈറ്റ്സ് ഓൺ ആക്കും, അതുകൊണ്ട് ഞാനിത് കാണിക്കാൻ വേണ്ടിയാണ് എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ജുവാൻ സോറി ഇന്നലെ ഞാൻ നിന്നെ വലിച്ചടിച്ചെന്ന് തോന്നുന്നു, ഇന്നലെ എൻ്റെ അച്ഛൻ എന്നെ അടിച്ചായിരുന്നു, ആ ദേഷ്യത്തില ഞാൻ നിന്നെ അടിച്ച്, പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറാൻ കാരണം തന്നെ എൻ്റെ അച്ഛന് എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും അതൊക്കെ എനിക്കറിയാം, പിന്നെ അടുത്ത പ്രാവശ്യം നിനക്ക് ദേഷ്യമുള്ളവൻ പറഞ്ഞോണേ ഞാൻ ഹെൽമെറ്റ് ഒക്കെ ഇട്ടോണ്ട് വരാം എന്നിന് അവനും പറഞ്ഞിട്ട് ചിരിക്കും. അപ്പോഴാണ് അവളും ജുവാൻ ഞാൻ എൻ്റെ സത്യം നിന്നോട് പറഞ്ഞു, ഇനി നിന്റെ സീക്രട്ട് എന്നോട് പറയാം എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അടുത്ത ദിവസം അവനും എല്ലാവരും എഴുന്നേൽക്കുന്ന മുമ്പേ അവളെയും വിളിച്ചോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഇത് കണ്ടിട്ട് അവളും ജുവാൻ നീ ഇപ്പൊ നിന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചോണ്ടെന്ന് നിനക്ക് വയ്യേ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും നീയല്ലേ പറഞ്ഞ് എന്റെ സീക്രട്ട് അറിയണമെന്ന്, വാ ഞാൻ കാണിച്ചു തരാം എന്നിന് അവളെയും വിളിച്ചോണ്ട് ഒരാളെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഇത് കണ്ട് യൂജിനൊന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് അവനും പറയുന്നത് അങ്കിളെ ഇതാ യൂജിൻ, ഞാൻ നിങ്ങളോട് എന്നും പറയാറില്ല എന്നിന് അവനും കോമയെ കിടക്കുന്ന അവന്റെ അങ്കിളിനോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും യൂജിൻ എന്റെ അമ്മ പണ്ടേ മരിച്ചുപോയി, അച്ഛൻ വിദേശത്തില്ല, എന്റെ അമ്മ മരിച്ചതിന് ശേഷം അങ്കിൾ എന്നെ നല്ലോണം നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷെ ഒരു ആക്സിഡന്റ് എന്റെ അങ്കിൾ കോമയിലായി എന്നിന് അവന്റെ സീക്രട്ട് അവളോട് പറയുമ്പോഴാണ് ഇത് കേട്ട അവളും അപ്പൊ അത് കാരണമാണ് നീ ഞാനെന്ന് എടുത്തോണ്ടേ പേനയും ബാക്കി സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കുന്നത് എന്നിന്
എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും അതൊക്കെ എൻ്റെ അങ്കിൾ ഉണ്ടാക്കിയതാ, എൻ്റെ അങ്കിൾ എനിക്ക് അതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന്. എന്നിന് അവരുടെ സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴാണ് നഴ്സ് അവനോട് മോനജുവൻ നിന്റെ അങ്കിളിനെ കാണാൻ വേണ്ടി നിന്റെ പ്രായമുള്ള ഒരു പയ്യൻ വന്നായിരുന്നു, പക്ഷെ ഡോക്ടർ അവൻ അലോ ചെയ്തില്ല. എന്നിന് അവർ പറയുമ്പോഴാണ് അവന് ഷോക്കായി. ചേച്ചി അടുത്ത പ്രാവശ്യം വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യണം. എന്നിന് അവനും പറയുമ്പോഴാണ് പെട്ടെന്ന് ചേട്ടനും യൂജിനും ഫോൺ വിളിച്ചിട്ട് യൂജിൻ നീ രാവിലെ തന്നെ എവിടെ പോയി, നിന്നൊന്നും ഇവിടെ കാണാനില്ലല്ലോ, നീ എന്നോട് പറയാതെ വേറെ എങ്ങും പോവല്ലേ, ഇപ്പൊ ഞാൻ നിന്റെ ഗാർഡിയൻ. എന്നിനെ ചേട്ടൻ പറയുമ്പോഴാണ് ജുവാൻ ഫോൺ വാങ്ങിച്ചിട്ട് ചേട്ടാ അവളിപ്പോ എന്റെ കൂടെ, ഞങ്ങളിപ്പോ തിരിച്ചു വരും. എന്നിന് അവനും അവളെയും വിളിച്ചോണ്ട് സ്കൂളിലേക്ക് പോകും. അപ്പോഴാണ് ചേട്ടൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവന് യൂജിനെ കൊണ്ടാക്കുമ്പോഴാണ് ചേട്ടൻ ഇത് കണ്ടിട്ട് യൂജിൻ ഞാനൊന്നും കണ്ടിട്ടില്ലെന്നല്ല, നീ ആ ജുവാന് കുറെ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഈ പ്രായം നിനക്ക് പഠിക്കാനുള്ളതാ, അതുകൊണ്ട് നീ വേറൊന്നും ആലോചിക്കില്ല. എന്നിനെ ചേട്ടൻ പറയുമ്പോഴാണ് അവളും ചേട്ടാ ഇപ്പൊ എന്തിനാ എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ടെന്ന്, വീണ്ടും എന്നെ അച്ചടിക്കാനാണ്. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും അതൊന്നും എനിക്കറിയത്തില്ല, നിന്റെ അച്ഛന് നിന്നെ വീട്ടിൽ തന്നെ നിർത്തണം ആഗ്രഹിക്കുന്നത്, പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു നല്ല റിലേഷൻ ഇല്ലല്ലേ, പിന്നെന്തിന് നിന്റെ അച്ഛൻ നിന്നെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യിപ്പിക്കാൻ ഇത്ര ആഗ്രഹിക്കുന്നത്. എന്നിനെ ചേട്ടൻ ചോദിക്കുമ്പോഴാണ് അവളും വേറെ എന്തിനാ, ആന്റിയുടെയും ചേട്ടന്റെ ഫ്രണ്ടിൽ അച്ഛനൊരു നല്ല മനുഷ്യനെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാ, അല്ലാതെ എന്നോടൊന്നും സ്നേഹമില്ല. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നീ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാ. എന്നിന് അവനും ചോദിച്ചോടെ യൂജിനും അവളുടെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സെറ്റായിട്ട് വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് വീട്ടിൽ കയറി ഉടനെ രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കാകും. എന്നെ കൊണ്ടൊന്നും നിന്നെ അനിയത്തെ കാണാൻ സാധിക്കത്തില്ല, നീ വീട്ടിൽ വന്നപ്പോ തന്നെ ഇവിടെ ഫുള്ളും ബഹളമാണ്. എന്നിനെ ചേട്ടൻ അവളും കൂടെ അടി ഉണ്ടാക്കുന്ന ഒരു ആക്ട് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് അച്ഛനും വന്നിട്ട് ഇവിടെ എന്തോ പ്രശ്നം എന്നിന് അച്ഛനും ചോദിക്കാൻ വരും. അപ്പോഴാണ് അവളും ദേഷ്യത്തി അച്ഛ ഇപ്പൊ സമാനായ, നിങ്ങളിന്ന് ചേട്ടനായിട്ട് കാണാൻ പറയുന്നത്, പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ബന്ധവും വരുന്നില്ല. എന്നിന് അവരെ വഴക്കൂടുമ്പോഴാണ് ഇത് കണ്ട് ആന്റിയും അവരെല്ലാം വിളിച്ച് ഒന്നും നടക്കാത്ത പോലെ ഫുഡ് കൊടുത്തോണ്ടിരിക്കും. പക്ഷെ ഫുഡ് കഴിച്ച ഉടനെ വീണ്ടും ചേട്ടൻ അനിയത്തിയും പരസ്പരം ഇഷ്ടപ്പെടാത്ത പോലെ രണ്ട് സൈഡിലേക്ക് പോകും. അതിനുശേഷം അച്ഛനും ആന്റിയോട് ഈ കാര്യം സംസാരിച്ചിട്ട് യൂജിന്റെ അടുത്തേക്ക് വരും. മോളെ യൂജിൻ, ഞാനും നിന്റെ ആന്റിയും കൂടെ ഡിസ്കസ് ചെയ്ത് നിന്റെ ആഗ്രഹം ഹോസ്റ്റലിൽ പഠിക്കുന്നതല്ല, ഇവിടെ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമല്ലോ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ അവിടെ സ്റ്റേ ചെയ്തോ. ഇതിന് അച്ഛനും പറയുമ്പോൾ അവള് സന്തോഷത്തിരിക്കും. അപ്പോഴാണ് അച്ഛനും മോളെ യൂജിൻ നീ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്താലും നിന്റെ വീട് ഇതാന്ന് നീ മറക്കല്ല്, ഇവിടെ താമസിക്കുന്നേക്കാളും അവിടെ നിനക്ക് സന്തോഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ നിനക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കണ്ട, അതിന്റെ പൈസയൊക്കെ ഞാൻ അയച്ചുതരാം. എന്നിന് അച്ഛൻ പറഞ്ഞിട്ട് യൂജിന് പ്ലാൻ സക്സസ് ആയെന്ന് പറഞ്ഞ് ചേട്ടനോട് സന്തോഷത്തിൽ പറയും. അതിനുശേഷം അവള് ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴാണ് വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഗുവും വിദേശത്ത് പോയ പോലെ അവള് എല്ലാവർക്കും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പോഴാണ് ആ ബില്ല് കണ്ടിട്ട് യൂജിനും അയ്യോ ഇത് ഇവിടത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണല്ലോ. എന്നിന് അവൾ പറയുമ്പോഴാണ് ഗുവിന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് നിന്നോടാരും പറഞ്ഞു ഇതൊക്കെ പുറത്ത് കിട്ടുന്ന സാധനങ്ങളാ, ഇതൊന്നും ഇവിടെ കിട്ടത്തില്ല. എന്നിന് അവള് യൂജിനായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് പുറത്തേക്ക് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ കൂട്ടുകാരിയും ഗു നീ ഇപ്പൊ അവിടെ പോയി ഇപ്പൊ ഹോസ്റ്റൽ അടയ്ക്കും. എന്നിന് ഇവളും പുറത്തേക്ക് പോകുമ്പോഴാണ് ഇത് കണ്ട് യൂജിനും റൂയും കൂടെ ഗുവിനെ അന്വേഷിച്ചു പോകും. അപ്പോഴാണ് അവളും പുറത്തേക്ക് ചെന്നിട്ട് അവളുടെ അമ്മയെ വിളിച്ച് വഴക്കുറയും. അമ്മേ നിങ്ങൾ എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് ബിസി ആയതുകൊണ്ട് എന്നെ എങ്ങും വിളിച്ചോണ്ട് വന്നില്ല. എന്നിന് അവളുടെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴാണ് ഇതൊക്കെ യൂജിനും ഒട്ടി വെക്കും. അപ്പോഴാണ് അവളും പെട്ടെന്ന് ഫോൺ കിട്ടി ചെയ്തിട്ട് നീ എല്ലാം കേട്ടോ, നീ പുറത്താരോടും പറയല്ലേ. എന്നിന് അവൾ പറയുമ്പോഴാണ് യൂജിനും ഞാനൊന്നും കേട്ടില്ല അതിന്, നീ വാ ഹോസ്റ്റൽ അടയ്ക്കും. എന്നിന് അവളെയും വിളിച്ചോണ്ട് അകത്തേക്ക് ചെല്ലും. അതിനുശേഷം അടുത്ത ദിവസം ഇവര് ട്രിപ്പിന് പോയപ്പം വാങ്ങിന് വിളിച്ചോണ്ട് പോകാത്തോണ്ട് അവനെ കട്ടകലിപ്പി അവരോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. യൂജിൻ എങ്ങനെ ഉണ്ടായിരുന്നു വില്ലേജിലെ ട്രിപ്പ്, നിങ്ങൾ എല്ലാരും കൂടെ അടിച്ചു പൊളിച്ചു കാണുമല്ലോ. എന്നിന് അവനെ അസൂയപ്പെട്ട് ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഫ്രണ്ട് ഇരുന്ന് ഗുവം കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവള് പേടിച്ചോണ്ട് ഒരേശ ഇന്നലെ അവൾ അമ്മയായിട്ട് സംസാരിച്ച കാര്യം യൂജിൻ അവനോട് പറഞ്ഞോന്ന് പറഞ്ഞ് ഇവള് ടെൻഷനായിട്ടിരിക്കും. അതിനുശേഷം അവൾ ഇന്റർവൽ സമയത്ത് യൂജിനായിട്ടൊന്ന് വഴക്കുണ്ടാക്കും. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ എന്റെ അമ്മയായിട്ട് സംസാരിച്ച കാര്യമൊന്നും നീ വേറെ ആരോടും പറയില്ലെന്ന്. എന്നിന് അവൾ പറയുമ്പോഴാണ് യൂജിനും ഗു ആരുടെ കുടുംബത്തിലെ പ്രശ്നമില്ലാത്ത എല്ലാവരുടെ കുടുംബത്തിലും പ്രശ്നമുണ്ട്, അതേപോലെ നിന്റെ കാര്യം ഞാൻ പുറത്ത് ആരോടും പറയത്തില്ല. എന്നിന് അവളും ക്ലാസ് കഴിഞ്ഞ് ജുവാനായിട്ട് അവന്റെ കടയിൽ പോകും. അപ്പോഴാണ് കടയിൽ ഏതോ ഒരു പയ്യൻ ജുവാൻ വരച്ചു വെച്ച് ഡിസൈനൊക്കെ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവനടുത്തേക്ക് ചെന്നിട്ട് എടാ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ല ഇവിടേക്ക് നീ വരല്ലെന്ന്. എന്നിനെ ജുവാൻ അവനായിട്ട് അടിക്കുമ്പോഴാണ് അവനും പറയുന്നത് ഡാ ഞാനിവിടെ വരാതിരിക്കണമെങ്കിൽ നീ എന്നെ മുമ്പ് അടിച്ച് ഹോസ്പിറ്റലിലാക്കിയില്ലേ, അതേപോലെ എന്നെ ഹോസ്പിറ്റലിലാക്ക്. എന്നിന് അവനും ചിരിച്ചോണ്ട് പറയുമ്പോഴാണ് ഇത് കണ്ട് ജുവാനും ദേഷ്യത്തി അവനെ പിടിച്ച് അടിക്കാൻ വേണ്ടി പോകും. ഇത് കണ്ട് യൂജിൻ അവനെ സമാനപ്പെടുത്താൻ നോക്കുമ്പോഴാണ് മറ്റേ പയ്യൻ അവളെ കണ്ടിട്ട് ജുവാൻ ഇതാരാടാ, പുറത്തുനിന്ന് ആരെയും നമ്മുടെ കടയിലേക്ക് ക്ഷണിച്ചൂടെ നിനക്ക് അറിയത്തില്ല, നീ എന്തോ അടിക്കാൻ പോകണോ, ധൈര്യം ഉണ്ട് അടി. എന്നിന് അവനും ജുവാനെ ദേഷ്യപ്പെടുത്തുമ്പോഴാണ് ജുവാനും കുറെ ആലോചിച്ച് നോക്കിയിട്ട് അവൻ അടിക്കാൻ പറ്റാതെ സൈഡിലെ കണ്ണാടി ചെന്ന് അടിക്കും. ഇത് കണ്ട് മറ്റേ പയ്യനും ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവർ തമ്മിൽ ബന്ധം എന്തോന്ന് നമ്മൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.